നമുക്കിന്ന് വയനാട്ടിലെ പൂപ്പലിന്റെ വീഡിയോ കണ്ടാലോ? പൂപ്പലി 2025 കേരള കാർഷിക സർവകലാശാലയും അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രവും സംയുക്തമായി നടത്തിയ എല്ലാ കൊല്ലം നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ അതിപ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് ഇന്ന് കാണാം. പൂപ്പലി 2025 എൻട്രൻസിനൊന്നും മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ അതുപോലെ തന്നെയാണ്. ടിക്കറ്റ് ഉണ്ടായിരുന്നു, ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറുക. പൂപ്പലിനെ അന്വർത്ഥമാക്കുമ്പോൾ തന്നെയാണ് അവരെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ പൂക്കളെ കൊണ്ടങ്ങ് നിറച്ചിട്ടുള്ളത്. ഹാർട്ട് ഷേപ്പിലുള്ളൊരു കവാടം അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഊട്ടിയിലെ ഫ്ലവർ ഷോ കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയൊരു ഫ്ലവർ ഷോ തന്നെയായിരിക്കും ഈ ഒരു പൂപ്പലി എന്ന് പറയുന്നത്. കാരണം അത്രക്ക് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുക. വ്യത്യസ്ത കളറും ഒരേ ഗണത്തിലുള്ള വ്യത്യസ്ത കളറ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ കുറെ പൂക്കള്. മുന്തിരിത്തോട്ടത്തിലൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന പോലുള്ളൊരു ചെറിയൊരു കവാടം. അത് നേരെ എത്തിച്ചേർന്നത് സൂര്യകാന്തി തോട്ടത്തില്. എന്താല്ലേ? പിന്നെ ഇതുപോലുള്ള കുറെ സെൽഫി പോയിന്റുകള്. പിന്നെ അതിലൂടെ നമ്മൾ എത്തുന്നത് തീർത്തും വ്യത്യസ്തമായൊരു ഏരിയയിലേക്ക് തന്നെയാണ്. കുറെ മരങ്ങളെല്ലാം ഉള്ള ഒരു ഏരിയ. ആ മരത്തിനെ അവര് തുണിയെ കൊണ്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. ചെട്ടിപ്പൂക്കളൊരു വലിയൊരു കളക്ഷൻ തന്നെ അവര് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തടാകം പോലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിന്റെ സൈഡിലായിട്ട് ഒരു ബോർഡർ പോലെയാണ് ഈ ചെട്ടിപ്പൂക്കളെല്ലാം അവര് അലങ്കരിച്ചിട്ടുള്ളത്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വൈപ്പാണ് അത്. അതിന് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചൊരു ഏരിയ ആണ് ഈ ഒരു ഭാഗം. ഇതാണ് ആ ഒരു ഏരിയന്റെ ഫുള്ളായിട്ടുള്ള വ്യൂ. ആ തടാകവും പിന്നെ അതിന്റെ സൈഡിലുള്ള ലൈനും പിന്നെ ആ വലിയ പൈപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു ക്ലോക്കിന്റെ ഒരു മാതൃകയിൽ അവര് പൂക്കള് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. തടാകത്തിന് പുറകെ ഒരു പാലൊക്കെ ആക്കിയിട്ടുണ്ട് അവര്, അതിലൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ തടാകത്തിനകത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ബോട്ട് പോലെ ആക്കിയിട്ട് അതിന്റെ ഉള്ളിലും അവര് പൂക്കളെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് റോസാപ്പൂക്കളുടെ ഒരു വലിയൊരു ശേഖരം. വിവിധങ്ങളായ കളറും പിന്നെ റോസാപ്പൂക്കള് വിവിധങ്ങളായ ഇനങ്ങളും. ഇതെന്ന് വെച്ചാൽ സൺസെറ്റിന് ശേഷമുള്ള അടുത്തൊരു വ്യൂ ആണ്. നമ്മൾ നേരത്തെ മറ്റേ മരത്തിന് തുണി ചുറ്റിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ അവർ ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ലൈറ്റ് കൂടി ഇട്ടപ്പോ അടുത്ത ഭംഗി ഒന്നും കൂടി ഇതായി കൂടി. ഇതെന്ന് വെച്ചാല് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഉള്ള ഒരു ഏരിയ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൗ, വാട്ട് എ ബ്യൂട്ടി. രാത്രിയിൽ അവിടുത്തെ ഒരു കാഴ്ചയത്. നമ്മളങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിപ്പോ സ്റ്റാളിന്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. വലിയൊരു ഏരിയ തന്നെ അവര് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പല ഐറ്റംസ് അതിലുണ്ട്. അതിലിപ്പോ മെയിനായിട്ട് പറയാനുള്ളത് പഴയകാല മുട്ടായികള്, അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഐറ്റംസ്, ആയുർവേദ മരുന്നുകള്. സ്റ്റാളുകൾ എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റാളുകളും നമ്മൾ കയറി സാധനങ്ങളെല്ലാം നോക്കി ഒന്നും എടുക്കാണ്ട് നമ്മളങ്ങനെ നേരെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്തിയത്. അവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല ഗെയിംസും കാര്യങ്ങളും, ആകാശത്തൊട്ടില്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അവിടെ തന്നെയാണ് അവര് വലിയൊരു സ്റ്റേജും കൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. സംഗീത പരിപാടിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രശസ്തരായ കുറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പരിപാടിയെല്ലാം കണ്ട് എന്നിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വർഷത്തെ പൂപ്പലിയിൽ, വയനാട്ടിലെ പൂപ്പലിയിൽ ഉണ്ടായത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പോയിട്ട് കാണാം.